അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും സ്നേഹമുള്ള വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരങ്ങളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മുഴുവൻ സഹോദരങ്ങൾക്കും വിശുദ്ധ ഖുർആനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പഠിക്കാനും പകർത്താനും സഹായകമാകുന്ന ഫ്രൈഡേ മദ്രസ അൽഹംദുലില്ലാഹ് ഇന്ന് സൂറത്തുൽ ഫാത്തിഹയാണ് നാം പഠനത്തിന് എടുക്കുന്നത്. സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അതിലെ ആശയങ്ങളെക്കുറിച്ച് ചുരുങ്ങിയ രൂപത്തിലും നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണവുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുത്തുന്നത്. ഒരു വിശ്വാസി ദിവസവും 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമായ ഖുർആനിലെ ഏക സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ പാരായണം ചെയ്ത സൂറത്തും സൂറത്തുൽ ഫാത്തിഹ ആയിരിക്കും. ഒരു 10 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് തൻ്റെ നിസ്കാരത്തിൽ മാത്രം ഫർദ് നിസ്കാരങ്ങൾ, അതുപോലെ പതിവായി ചെയ്യേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ, തറാവീഹ് നിസ്കാരമടക്കം 70 വയസ്സിനിടയ്ക്ക് എത്ര തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓതാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് നാം ചെറിയ ഒരു കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ നമ്മൾ ആവർത്തിച്ച് ഓതുന്ന സൂറത്തായതുകൊണ്ട് അല്ല, ദിവസവും 17 തവണ പാരായണം ചെയ്യൽ നിർബന്ധമായ സൂറത്തായതുകൊണ്ട് അത് ഒരു തെറ്റുമില്ലാതെ പിഴവുമില്ലാതെ പാരായണം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിസ്കാരത്തിൻ്റെ 4ാമത്തെ ഫർദാണല്ലോ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക എന്നത്. നിസ്കാരത്തിൻ്റെ ഫർളുകൾ വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയിലെ അക്ഷരങ്ങളുടെ എണ്ണം, അതിലെ ശദ്ദുകളുടെ എണ്ണം, അതിലെ മദ്ദുകളുടെ എണ്ണം, ഇങ്ങനെ തുടങ്ങി പണ്ഡിതന്മാർ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്തിനാണത്? നമ്മുടെ പാരായണത്തിൽ ഒരു ശബ്ദം ഒഴിവായി പോകാൻ പാടില്ല. അതിലെ അക്ഷരങ്ങളൊന്നും മാറിപ്പോവാനോ കുറഞ്ഞു പോവാനോ ഏറി വരാനോ പാടില്ല. ഒരു സൂറത്തിലെ അക്ഷരങ്ങളുടെ എണ്ണവും മദ്ദും എല്ലാം കൃത്യമായി പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ പാരായണം കുറ്റമറ്റതാവണം എന്ന് നമ്മുടെ പണ്ഡിതന്മാർ അഇമ്മത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സാധാരണഗതിയിൽ നമ്മൾ 2 രൂപത്തിലാണ് ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യാറുള്ളത്. ഒന്ന്, സാവധാനത്തിൽ നാം ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യും. ഉദാഹരണത്തിന് ജഹ്രിയായ ഉറക്കെ ഓതുന്ന നിസ്കാരത്തിൽ ഇമാമാകുമ്പോൾ അത് അല്പം സാവധാനത്തിൽ ഓതും. അല്ലെങ്കിലും ഖുർആൻ സാവധാനം ഓതലാണ് നല്ലത്. 2ാമത്തെ ഘട്ടം മറ്റു സന്ദർഭങ്ങളിൽ കൂടുതലും, ഉദാഹരണത്തിന് നമ്മുടെ സാധാരണ നിസ്കാരങ്ങളിൽ നാം മറ്റു ഫാത്തിഹ ഓതുന്ന സന്ദർഭങ്ങളിലൊക്കെ നാം അല്പം വേഗതയിലാണ് ഓതാറുള്ളത്. വേഗത്തിലും ഖുർആൻ ഓതാം, പക്ഷേ
എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാവണം എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഫാത്തിഹ സൂറത്തിൻ്റെ പാരായണം കൂടുതലും വേഗത്തിലായിട്ടാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവാറുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നാം അറിയാതെ നമ്മിൽ നിന്ന് ധാരാളം പിഴവുകൾ നമ്മുടെ ഫാത്തിഹയുടെ പാരായണത്തിൽ വരുന്നു എന്നാണ്. അതിൽ പലതും നമ്മുടെ നിസ്കാരത്തിൻ്റെ സിഹത്തിനെ തന്നെ ബാധിക്കുന്ന വലിയ തെറ്റുകളാണ്. അത്തരം വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ഫാത്തിഹ സൂറത്തിൻ്റെ പാരായണ പഠനത്തിലൂടെ നടത്തുന്നത്. നമുക്ക് സൂറത്തുൽ ഫാത്തിഹയിലേക്ക് വരാം. വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിലാണെങ്കിലും പ്രത്യേകമായി സുന്നത്തുള്ളതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എല്ലാ അക്ഷരങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് മിനശ് ശൈത്വാനി എന്ന ശീൻ, ത്വാ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആയിരിക്കണം അഊദു ഓതേണ്ടത്. നമുക്കൊരുമിച്ച് ഒരു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഒന്നുകൂടെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നാം ബിസ്മിയിലേക്ക് വരികയാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കൃത്യമായിട്ടായിരിക്കണം. നിസ്കാരത്തിൽ മാത്രമല്ല, പല സന്ദർഭങ്ങളിലും നാം ബിസ്മി ചൊല്ലാറുണ്ട്. ഏറ്റവും പ്രധാനം അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ്. അറബി അക്ഷരങ്ങൾ അതിൻ്റെ കൃത്യമായ ഉച്ചാരണ സ്ഥാനം പാലിച്ചുകൊണ്ട് തന്നെ വേണം ഓതാൻ. ഒരക്ഷരവും മാറിപ്പോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അക്ഷരങ്ങൾ മാറിയാൽ അർത്ഥവും ആശയവും ഒക്കെ മാറുന്നുണ്ട്. അർത്ഥവും ആശയവും മാറിയാലും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഖുർആനിൽ നാം ഒരക്ഷരവും മാറ്റാൻ പാടില്ല, കുറക്കാൻ പാടില്ല, ഏറ്റാനും പാടില്ല. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ജഹ്രിയായ നിസ്കാരത്തിലാണെങ്കിൽ പോലും മൂന്നാമത്തെയും നാലാമത്തെയും റക്അത്തിൽ നാം പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിൽ മിക്കവാറും നമ്മുടെയൊക്കെ ഒരു വേഗതയുണ്ട്. ആ വേഗതയിൽ പലർക്കും ആദ്യാക്ഷരമാകുന്ന ബി ശരിക്ക് വരുന്നില്ല എന്നതാണ്. പലരും തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബി, രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണല്ലോ ബി പറയേണ്ടത്. ആ ബി ഇല്ലാതെ ബാക്ക് ചുണ്ടുപൂടൽ എങ്ങനെയാണോ അതുപോലെ പൂട്ടിപ്പിടിക്കാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അത് ബിസ്മി ആവുകയില്ല, അത് ബി ആവണം. എന്ന് വെച്ച് ബി എന്ന ശബ്ദോടു കൂടി പറയാനും പാടില്ല. ശ്രദ്ധ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 6000-ലധികം വരുന്ന ആയത്തുകൾ, 114 സൂറത്തുകളിൽ നിർബന്ധമായും ഒരു തെറ്റുമില്ലാതെ വിശ്വാസി പഠിക്കണമെന്ന് നമ്മോട് നിർദ്ദേശിച്ചത് 7 ആയത്തുകൾ ആകുന്ന ഈ സൂറത്തുൽ ഫാത്തിഹയാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തന്നെ വേണം ബിസ്മി പറയാൻ. ചില കുട്ടികളിൽ നിന്ന് ബിസ്മില്ലാഹി എന്ന് കേൾക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനി, ബിസ്മില്ലാഹി എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ്, ആ നാമത്തിൻ്റെ വിശുദ്ധ പേരാണല്ലോ ഇസ്മുൽ ജലാല, അള്ളാഹ് എന്നതിൻ്റെ. അവിടെ ബിസ്മില്ലാഹി എന്ന ഹി ശ്രദ്ധിച്ചു പറയണം. ബിസ്മില്ലാഹി ആവാൻ പാടില്ല. മറ്റൊന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റാ എന്ന അക്ഷരമുണ്ട്. റാ,
ആ റാ പറയുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കൂ. റാ 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 എന്നതുപോലെ ആവാൻ പാടില്ല. റാ റാ അല്ല, റാ റാ റാ. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബിസ്മിയിലെ 2 ഹാകളാണ്. ഹ എന്ന അക്ഷരം ഹ ആയിട്ട് തന്നെ പറയണം, അവിടെ ഹ ആവാൻ പറ്റില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്രയും കാര്യങ്ങൾ ബിസ്മിയിൽ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പറയട്ടെ, ചിലരെങ്കിലും ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനി എന്ന നീ എന്ന അക്ഷരത്തിൻ്റെ കസ്റ് കളഞ്ഞ് നു എന്ന് ഓതിപ്പോകുന്നുണ്ട്. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർക്കുള്ള ബിസ്മിയുടോത്ത് റഹ്മാനുർ റഹീം, നൂനിൻ്റെ കസ്റിനെ മാറ്റി ദമ്മായ കരീം. പാടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ആവർത്തിക്കുന്നു, ഇത്രയും ഇങ്ങനെയുള്ള ധാരാളം പിഴവുകൾ വരുന്നത് നമ്മുടെ ഒരു പോയിന്റ് വേഗത കൂടുന്നത് കൊണ്ടാണ്. അതൊരല്പം സ്ലോ, സാവധാനത്തിൽ വന്നാൽ ഈ തെറ്റുകൾ മിക്കതുമില്ലാതെ ശരിക്ക് ഫാത്തിഹ ഓതാൻ സാധിക്കും. ഓർക്കുക, ഈ തെറ്റുകളെല്ലാം സംഭവിക്കുന്നത് ശരിക്ക് ഫാത്തിഹ ഓതാൻ അറിയുന്ന ആളിൽ നിന്നാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്ന് വേഗത കുറയ്ക്കലാണ് ഒന്നാമത്തെ പരിഹാരം. ഞാൻ ആവർത്തിക്കുന്നു, അല്പം വേഗത കുറയ്ക്കലാണ് ഒന്നാമത്തെ പരിഹാരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുമിച്ചൊരു ബിസ്മി ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓക്കെ, നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒന്നുകൂടെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശ്രദ്ധിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, അൽഹംദു എന്ന അൽ കൃത്യമായിട്ട് പറയണം. ബിസ്മിയുടെ ബി വേണം എന്ന് പറഞ്ഞതുപോലെ അൽഹംദു എന്നതിലെ അൽ വേണം. അപൂർവം ചിലർ തന്നെ എങ്കിലും ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് വളരെ വലിയ തെറ്റായി ഓതുന്നുണ്ട്. ഹംദുലില്ലാഹി പാടില്ല, അൽഹംദു തന്നെ വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 2 അക്ഷരങ്ങളാണ് കളഞ്ഞത്. അൽഹംദു എന്നുള്ളിടത്ത് ബിസ്മിയിൽ നാം ഹ പറഞ്ഞതുപോലെ അൽഹംദുവിലെ ഹഉം ശ്രദ്ധിക്കണം, ഹ തന്നെയാവണം. മറ്റൊരു വിഷയം, കുട്ടികളിൽ നിന്ന് സാധാരണ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അൽഹംദുലില്ലാഹി എന്ന ലില്ലാഹിക്കു പകരം റില്ലാഹി എന്ന് കേൾക്കുന്നുണ്ട്. റില്ലാഹി, അൽഹംദുലില്ലാഹി പറയണം. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി. ഒന്ന് പറഞ്ഞേ, അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി. ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് നമുക്കൊന്ന് ഒരുമിച്ച് ഓതാം എന്നൊക്കെ പറയുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ടാണ് നമുക്കൊന്ന് ഒരുമിച്ച് ഓതാം, നിങ്ങളൊന്ന് ഓദിക്കേ എന്നൊക്കെ പറയുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു കണ്ടോ, അൽഹംദു ലില്ലാഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശ്രദ്ധിക്കണേ, ഒരുപാട് പേർ റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എന്നുള്ളിടത്ത് റബ്ബിൽ ആലമീൻ എന്ന് ഓതുന്നുണ്ട് റബ്ബിൽ ആലമീൻ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എത്ര അക്ഷരങ്ങളാണ് നഷ്ടപ്പെട്ടത്? ഒരു ഐൻ നഷ്ടപ്പെട്ടു, പകരം ഒരു ലാം വന്നു, അത് ശദ്ദുള്ളതായി. എന്നിട്ട് റബ്ബിൽ ആല എന്നുള്ളിടത്ത് റബ്ബിൽ ആല എന്നായി. വായനയിലാണ് ഈ പറഞ്ഞത്, എഴുത്തിൽ വേറെയും പ്രശ്നങ്ങൾ.
അതുകൊണ്ട് തെറ്റുകളില്ലാത്ത ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എങ്ങനെ പറയാം? ഓതുന്നു പലരും ഓത്ത് റബ്ബിൽ ആലമീൻ, റബ്ബുണ്ട് മോനെ ഓത് റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ പറയണം. അതുകൊണ്ട് നമുക്ക് ഒരു അൽഹംദുലില്ലാഹി ഓതാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓർക്കുക, സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ്. എല്ലാ ആയത്തിൻ്റെയും അവസാനം നിർത്തി അഥവാ വഖഫ് ചെയ്ത് ഓതലാണ് വേണ്ടത്. അതാണ് ഏറ്റവും പുണ്യം. ആയത്തുകൾ തമ്മിൽ ചേർത്തി ഓതാം, കുഴപ്പം ഇല്ല. പക്ഷേ ശ്രദ്ധിക്കാൻ ഒരുപാടുണ്ട് എന്നർത്ഥം. നമുക്കതേക്കുറിച്ചും പറയാം ഇൻഷാ അല്ലാഹ്. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത ആയത്ത് അഥവാ മൂന്നാമത്തെ ആയത്ത് അർ റഹ്മാനിർ റഹീം, അർ റഹ്മാനിർ റഹീം, അർ റഹ്മാനിർ റഹീം, അർ റഹ്മാനിർ റഹീം. നാം ബിസ്മിയിൽ വിശദീകരിച്ചു. അർ റഹ്മാനി എന്ന റാഇൻ്റെ ഉച്ചാരണം, അതോടൊപ്പം ഹ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. ഹ തന്നെയാവണം എന്ന് പറഞ്ഞു. അർ റഹ്മാനിർ റഹീം. നാലാമത്തെ ആയത്ത് മാലികി യൗമിദ്ദീൻ. നോക്കൂ, മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ. ഈ ആയത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, മാലികി യൗമി, യൗമി അവിടെ മാലികി യൗമി എന്ന ഷദ് ഇല്ലാത്ത അക്ഷരമാണ് ഇവിടെ. അതുകൊണ്ട് മാലികി യൗമി പറ്റില്ല. മാലികി യൗമി, മാലികി യൗമി, മാലികി യൗമിദ്ദീൻ. യൗമിദ്ദീൻ എന്ന് പറഞ്ഞിടത്ത് ഷദ്ദുള്ള ദാലുണ്ടല്ലോ, അവിടെ നാം മലയാളത്തിൽ ഉപയോഗിക്കുന്ന ബുദ്ധി, ബുദ്ധിമാൻ എന്നൊക്കെ പറയുന്ന ദ പ്ലസ് ഹ അത് വരാൻ പാടില്ല. മാലികി യൗമിദ്ദീൻ, യൗമിദ്ദീൻ എന്നേ പറയാവൂ. ഒരു കാര്യം കൂടെ, നാം പറഞ്ഞല്ലോ ഫാത്തിഹയുടെ ആയത്തുകൾ തമ്മിൽ ചേർത്തി ഓതാം, ശ്രദ്ധിക്കണം എന്ന്. ഇവിടെ അർ റഹ്മാനിർ റഹീം എന്നതും മാലികി യൗമിദ്ദീൻ എന്നതും ചേർത്തി ഓതുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പലർക്കും അറിയാം, പക്ഷേ അറിഞ്ഞിട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയങ്ങളാണ് ഈ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നാണ് ഓതുന്നത്. അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. നാം ഇന്ന് സുബ്ഹ് നിസ്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ ളുഹ്ർ നിസ്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങൾ നിർവഹിച്ചപ്പോൾ നമ്മുടെ ഫാത്തിഹയിൽ അർ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്നാണോ പറഞ്ഞത് എന്നൊന്ന് ഓർത്തു നോക്കിയേ. അർ റഹ്മാനിർ റഹീം മാലികി, എന്താ സംഭവിക്കുന്നത്? ഒരു മീം നഷ്ടപ്പെടുന്നു. അർ റഹ്മാനിർ റഹീം മാലികി, ഫാത്തിഹ സൂറത്തിൽ നിന്നൊരക്ഷരം നമ്മൾ കളയുന്നു. നേരെ മറിച്ച് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അർ റഹ്മാനിർ റഹീം മാലികി, അർ റഹ്മാനിർ റഹീം മാലികി, എന്താണ് അവിടെ സംഭവിച്ചത്? അർ റഹ്മാനിർ റഹീം എന്ന അവസാന അക്ഷരം മീമാണ്. മാലികി തുടങ്ങുന്നതും മീമാണ്. കസ്റുള്ള മീം, ഫത്ഹുള്ള മീം, ഇത് രണ്ടും ചേർത്തി ഓതുമ്പോൾ അർ റഹ്മാനിർ റഹീം മാലികി, അർ റഹ്മാനിർ റഹീം മാലികി പറയണം. വളരെ ശ്രദ്ധിക്കുക. അർ റഹ്മാനിർ റഹീം ബി മാലികി എന്ന് ചിലരെങ്കിലും ഓതുന്നത് കേട്ടിട്ടുണ്ട്.
ചിലർ എന്ന് പറഞ്ഞാൽ കുറേ പേർ എന്നാണ് അർത്ഥം എന്ന് തൽക്കാലം മനസ്സിലാക്കുക. അർ-റഹ്മാനിർ റഹീം ബി അല്ല, അർ-റഹ്മാനിർ റഹീമി മാലിക്കി, അർ-റഹ്മാനിർ റഹീമി മാലിക്കി ചേർത്തി ഓതുമ്പോൾ. അതുകൊണ്ട് വഖഫ് ചെയ്ത് അർ-റഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ ഓതിയാൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്കൊരു സുന്നത്ത് കൂടുതൽ കിട്ടുന്നു. അർ-റഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ. ഒന്നുകൂടെ പറയട്ടെ. മാലിക്കി എന്ന് പറയുന്ന മീമിൻ്റെ മദ് എന്ന് പറഞ്ഞാൽ മീമിനെ നീട്ടാനുള്ളത് ഒരു അലിഫിൻ്റെ ഖദറാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ താടി എന്ന് പറയുമല്ലോ അല്ലേ, കാർ താടി, അതുപോലെ മൂക്ക്, താടി മൂക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എത്രയാണോ നീട്ടിയത് അത്രമാത്രം മാലിക്കി എന്നേ നീട്ടാൻ പറ്റും. മാലിക്കി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. പലരും അർ-റഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ ഇങ്ങനെ മാലിക്കി ഓതുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? പാടില്ല. അസ്ലിയായ മദ്ദിനെ അതിൻ്റെ നിശ്ചിത അളവിൽ നിന്ന് കൂടുതലാക്കിയാൽ അത് വലിയ കുറ്റമാണ്. വലിയ കുറ്റം എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്, ഹറാമിൻ്റെ തന്നെ കുറ്റം വരുന്ന അബദ്ധങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അർ-റഹ്മാനിർ റഹീം അവിടെയും അസ്ലിയായ മദ് എന്ന് പറഞ്ഞാൽ മാലിക്കി എന്ന് നീട്ടുന്ന അത്ര. മാലിക്കി യൗമിദ്ദീൻ. ശരി, അടുത്ത ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നോക്കൂ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ആയത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഈ ആയത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഇയ്യാക ഇയ്യാക. ശരി, ഇതേ പദം കലിമത്ത് വീണ്ടും വന്നിട്ടുണ്ട് നഅ്ബുദു എന്നതിന് ശേഷം വ ഇയ്യാക. ഓക്കെ, ഈ രണ്ട് ഇയ്യാക്കയിലെയും ഈ ആയിട്ട് തന്നെ പറയണം. കസ്റുള്ള ഹംസ് ഈ. ഒന്ന് പറഞ്ഞേ, ഇയ്യാക ഇയ്യാക. ഈ ഇയ്യാക്ക പോലെ ഞാൻ ആവർത്തിച്ചു പറയാനുള്ള കാരണം പലർക്കും രണ്ടാമത്തെ ഇയ്യാക്കയിലെ ഈ നഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് കസ്റുള്ള യാ ആയിട്ട് ഈ വരുന്നുണ്ട്. ഈ അല്ലെങ്കിൽ തജ്വീദിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഭാഷയിൽ ഹംസ തസ്ഹീലാക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അങ്ങനെ തസ്ഹീലായിട്ട് ഹംസയെ ഒന്ന് ലഘുവാക്കിയിട്ട് ഉച്ചരിക്കുന്ന ഒരു പ്രയോഗം അതിവിടെ പാടില്ല, ഇയ്യാക്കയിൽ പാടില്ല. ഒന്നിരിക്കൽ ഇയ്യാക്കയിലെ ഈ യാ ആവുന്നു കസ്റുള്ള, അല്ലെങ്കിൽ ഈ തസ്ഹീലായി പോകുന്നു. രണ്ടും പാടില്ല. എങ്ങനെയാ ഓതാറുള്ളതെന്നറിയോ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക വ ഇയ്യാക വ ഇയ്യാക. നോ, ഒരിക്കലും പാടില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക ഇയ്യാക നഅ്ബുദു വ ഇയ്യാക. അത് മാത്രം ഒന്ന് പറഞ്ഞേ നമ്മളെല്ലാവരും കൂടെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക ഇയ്യാക നഅ്ബുദു വ ഇയ്യാക വ ഇയ്യാക. രണ്ട് ഇയ്യാക്കയിലെയും ഈ ശ്രദ്ധിക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പറയട്ടെ. മാലികി യൗമിദ്ദീൻ എന്ന് നിർത്തുക. അതൊരായത്തിൻ്റെ അവസാനമാണല്ലോ. ഇയ്യാക നഅ്ബുദു വേറെ തുടങ്ങുക. അത് പുതിയൊരായത്താണല്ലോ. അർ-റഹ്മാനിർ റഹീമി മാലിക്കി എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ശ്രദ്ധിക്കാനുണ്ട്. പലപ്പോഴും കേൾക്കുന്നത് മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു എന്നാണ്. മാലിക്കി യൗമിദ്ദീൻ ഇയ്യാക ദീനിയ്യാക. ദീനിയ്യാക പാടില്ല. ഇത് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്ന ഹംസയാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല, ഉച്ചാരണത്തിൽ വരാതിരിക്കരുത്. ഹംസും കളഞ്ഞാണോത്ത് ദീനിയ്യാക. കളയല്ലേ മോനെ ആക്കണേ ഇയ്യാക. ഇയ്യാക പറയണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ.
അപൂർവം ചിലർ ശദ്ദുള്ള യാ എന്ന അക്ഷരം അത് ശരിപ്പെടുത്താൻ വേണ്ടിയിട്ട് നന്നാക്കി കേടുവരുത്തുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ കയ്യിൽ 5000 രൂപയുണ്ടെന്ന് മലയാളത്തിലൊന്ന് പറഞ്ഞേ. എൻ്റെ കയ്യിൽ 5000 രൂപയുണ്ട് എന്ന് പറഞ്ഞോളൂ. എൻ്റെ കയ്യിൽ 5000 രൂപയുണ്ട്. ആ ഒരു ശബ്ദുള്ള യാ കണ്ടില്ലേ, കയ്യിൽ 5000. ഓക്കെ, അതുപോലെ പറഞ്ഞാൽ മതി. ഇയ്യാക്ക, ചില ആളുകൾ യാ അങ്ങ് ശ്രദ്ധ കൊടുത്ത് ഇയ്യാക്ക, ഇയ്യ അവസാനം ജീമായിട്ട് വരും. ഇയ്യാക നഅ്ബുദു കൂട്ടി ഇജ്ജാക്കയായി മാറുന്നു കാട്ടിക്കൂട്ടി. അതൊരു കാട്ടിക്കൂട്ടലാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 5000 എന്നൊരാൾക്ക് പറയാൻ കഴിയുമെങ്കിൽ, എൻ്റെ കയ്യിൽ എന്ന് ഒരാൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ, അയാൾക്ക് വളരെ സിമ്പിളായി പറയാൻ കഴിയുന്നതേ ഉള്ളൂ ഇയ്യാക്ക. പിന്നെ അവിടെ കൺഫ്യൂഷൻ ശരിയായിട്ടുണ്ടോ എന്ന് തോന്നലൊന്നും വേണ്ട. അയാൾ പറയുക 5000 ഓക്കെയാണോ, എന്നാൽ അയാൾ 5000 അല്ലെങ്കിൽ 5000 എന്ന് പറയുന്നില്ലല്ലോ. എൻ്റെ കയ്യിൽ എന്ന് പറയുന്നില്ല, അയാൾ പറയുന്നത് എൻ്റെ കയ്യിൽ എന്നാണ്. എന്നാൽ ഓക്കെ, അയാൾ പറയുന്നതും ഇയ്യാക്കയാണ്. ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് അടുത്ത ആയത്തിലേക്ക് വരാം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന ഞാൻ 2-3 തവണ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇഹ്ദിന, 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 അങ്ങനെയാണ് അവിടെ പറയേണ്ടത്. ഇഹ്ദിന, ഇ ആദ്യത്തെ അക്ഷരം കസ്റുള്ള ഇ, ഇഹ്ദിന, ഇഹ്ദിന, ഇഹ്ദിന. ശേഷം ഇഹ്ദിനസ് സിറാത്ത. ഞാൻ ഇഹ്ദിനസ് സിറാത്ത എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചു നോക്കൂ. ഇഹ്ദിനസ് സിറാത്ത, ഇഹ്ദിനസ് സിറാത്ത, സ്വാദ് റാ താ, ഈ 3 അക്ഷരവും തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്, അഥവാ തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു സമയത്ത് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇപ്പോൾ പാരായണം എങ്ങനെ, പറയൽ എങ്ങനെയെന്ന് പറയാം. ഇഹ്ദിനസ് സിറാത്ത, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അവിടെ ഇഹ്ദിനസ് എന്ന സ്വാദ് കസ്റോട് കൂടെയാണല്ലോ, ആണ്, അല്ലാതെ ലൊമ്മല്ലല്ലോ, സു അല്ലല്ലോ, അല്ല. അതുകൊണ്ട് ഇഹ്ദിനസ്സു പറയരുത്, ഇഹ്ദിനസ്സൈ. ആ അക്ഷരം പറയുമ്പോൾ ചുണ്ട് നമ്മൾ മുന്നോട്ട് കൂർപ്പിച്ച് മുന്നോട്ട് കുറേ തള്ളിപ്പിടിച്ച് ഇഹ്ദിനസ്സു എന്നൊന്നും പറയണ്ട. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. മുസ്തഖീം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണത്, മുസ്തഖീം എന്നത്. മുസ്തഖീം നേർവഴി, ഇസ്തിഖാമത്ത് എന്നാണ് ലഫ്ള്. ഇസ്തിഖാമത്ത്, മുസ് സീനാണ്, സീനിന് ശേഷം തായാണ് അല്ലേ, മുസ്തഖീം. സ്വാദായി പോകുന്നില്ലല്ലോ, ആയി പോകുന്നില്ലല്ലോ, മുസ്തഖീമാകുന്നില്ലല്ലോ, ഉറപ്പല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സീൻ സ്വാദാകുന്നുണ്ടോ, താ ആകുന്നുണ്ടോ? ശരിയാക്കിയേ പറ്റൂ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഉണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹ്. നീ ഇസ്തിഖാമത്തിൽ മുസ്തഖീം എന്നോദണം. സാദ് താ ആവലും ശ്രദ്ധിക്കണം. സീൻ സ്വാദാവരുത്, താ ആവരുത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇനി തുടക്കം മുതൽ നമുക്കൊന്ന് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم. നോക്കൂ, صراط الذين أنعمت عليهم. ഒന്നുകൂടെ,
സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഒന്നുകൂടെ സിറാത്തല്ലദീന സിറാത്തല്ലദീന സിറാത്ത. അവിടെയും ശ്രദ്ധിക്കണം, സു ആവാൻ പാടില്ല, സുറാത്തയല്ല. പിന്നെയോ സിറാത്തല്ലദീന. ഓക്കെ, അൻഅംത എന്നാണുള്ളത്. എന്താണ് അൻഅംത? അൻഅംത സിറാത്തല്ലദീന അൻഅംത അലൈഹിം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഒരു മൈക്രോ സെക്കൻഡ് നമുക്ക് സ്പീഡ് കൂടുമ്പോൾ, വേഗതയിലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നറിയോ? ഒരക്ഷരം പോകുന്നു. ഏതക്ഷരം? അ പോകുന്നു. എന്നിട്ട് പുതിയൊരക്ഷരം വരുന്നു. ഏത് വരുന്നു? നൂൻ വരുന്നു. ഫാത്തിഹയിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ പോയി നൂൻ വരുന്ന ഒരു ഇടമുണ്ട് ഇവിടെ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. യാ റബ്ബ്, ഒരിക്കലും പാടില്ല. സിറാത്തല്ലദീന അൻഅംതയല്ല, സിറാത്തല്ലദീന അൻഅംത, സിറാത്തല്ലദീന അൻഅംത, സിറാത്തല്ലദീന അൻഅംത. അൻഅംത പറയണം, അല്ലാതെ സിറാത്തല്ലദീന അൻഅംത നൻഅംത പറയാൻ പാടില്ല. ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവും ഇത്. ഫാത്തിഹ സൂറത്ത് മുസ്ഹഫ് ഒന്ന് തുറന്നു നോക്കിയിട്ട് അക്ഷരങ്ങൾ വായിക്കുമ്പോൾ സിറാത്തല്ലദീന അൻഅംത എന്നാണ് ഉള്ളത്? അല്ല, അവിടെ ഒരിക്കലും കളയാൻ പാടില്ല. നൻഅംതയാ ചിലരെങ്കിലും ഓതുന്നത്, അൻഅംതയിൽ ആ പോയി നൂന വന്നത്. പാടില്ലാത്തതാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഓക്കെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇവിടെ ഗൈരി എന്ന ശ്രദ്ധിച്ചു പറയണം. അതോടൊപ്പം ഗൈറിൽ മഗ്ദൂബി മഗ്ദൂബി മഗ്ദൂബ് ദാദ് 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 മേലെ അണപ്പല്ലോട് നാവിൻ സൈഡ് തട്ടിച്ചു വേണേ ഉച്ചരിക്കാൻ ദാദ്. അങ്ങനെ തന്നെ ദാദ് പറയണം. അത് ലാ ആവാൻ പാടില്ല. ശ്രദ്ധിക്കണം. ഗൈറിൽ മഗ്ദൂബി മഗ്ദൂബി അലൈഹിം 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 ഐൻ ഐൻ ഗൈറിൽ മഗ്ദൂബി അലൈഹിം. ഓക്കെ, ഇനി വലദ്ദാല്ലീൻ. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് അലൈഹിം എന്ന സുക്കൂനുള്ള മീമിന് ശേഷം വാ വരുമ്പോൾ നിയമം അവിടെ ഇദ്ഹാർ ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. ഒന്നിങ്ങോട്ട് നോക്കൂ. അലൈഹിം വാ അലൈഹിം വാ അങ്ങനെ പറയേണ്ടത്. അലൈഹിം വാ അലൈഹിം വാ. അല്ലാതെ ഒന്നുകൂടെ നോക്കൂ. അലൈഹിം വ എന്നല്ല, ഹിം വ. മേലത്തെ മുൻപല്ല് താഴത്തെ ചുണ്ടിൽ തട്ടിയിട്ട് അലൈഹിം വ. അറബിയിലെ വ ആണ്. മലയാളത്തിൽ നമ്മൾ വില, വലുത് എന്നൊക്കെ പറയാം. നേരെ മറിച്ച് അറബിയിൽ വ പറയുമ്പോൾ അലൈഹിം വ പറയണം. വ വ അലൈഹിം വ. ഇല്ലെങ്കിൽ ഒരക്ഷരം പോകുന്നു, പുതിയൊരക്ഷരം വരുന്നു, അഥവാ മീമ് പോകുന്നു, തെൻവീൻ വരുന്നു. തെൻവീൻ വേറൊരു നൂനാകുന്നു. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് വഴിയെ പറയാം. ചുരുക്കത്തിൽ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ ശ്രദ്ധിക്കണം. അതോടൊപ്പം വലദ്ദാല്ലീൻ എന്ന മദ് അല്ലാസിം 3 അലിഫിൻ്റെ അഥവാ 6 ഹർക്കത്തിൻ്റെ അളവ് നീട്ടാനുള്ളതാണ്. 3 അലിഫിൻ്റെ, നമ്മൾ മാലിക്കി പറഞ്ഞില്ലേ, മാലിക്കി ഒരലിഫിൻ്റെ ഖദറാണ്. അങ്ങനെയുള്ള 3 എണ്ണം ശ്രദ്ധിക്കുക. ഇവിടെ 3 അലിഫിൻ്റെ ഖദർ. അലിഫിൻ്റെ ഖദർ എന്ന് പറഞ്ഞാലും ഹർക്കത്തിൻ്റെ ഗ്യാപ്പ്, സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശാലമായി നമ്മൾ പഠിക്കേണ്ടതാണ്. സമയം നമുക്ക് പരിമിതി ഉണ്ട്. അതുകൊണ്ട് നമുക്കത് മറ്റൊരു സമയത്ത് സൗകര്യം പോലെ ആവാം ഇൻഷാ അല്ലാഹ്.
ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഓത്തിൻ്റെ മദ്ദിൻ്റെ ദൈർഘ്യം ഞാൻ ഓതിയത് ശ്രദ്ധിച്ചല്ലോ. വലദ്ദാല്ലീൻ ആണ് ഓതേണ്ടത്. പലരും ഓതുന്നത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ, വലദ്ദാല്ലീൻ ആമീൻ. പലരും ഓതുന്നത് വലദ്ദാല്ലീൻ ആമീൻ. ഇല്ല, മദ്ദുല്ലാസിം ശർഈയായ വുജൂബുള്ള ഒരു മദ്ദാണ്. 3 അലിഫ് നീട്ടുക എന്നത്, 3 അലിഫ് നീളുക എന്നത് അത് കുറയ്ക്കാനില്ല, കൂട്ടാനും പാടില്ല. അതുകൊണ്ട് നിർബന്ധമാണ്. വലദ്ദാല്ലീൻ ആമീൻ പറ്റില്ല. വലദ്ദാല്ലീൻ വേണം. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നന്നായി ശ്രദ്ധിക്കുക. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇത് ഒരു ആയത്താണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് മദ്ദുൽ ലാസിമാകുന്ന വലദ്ദാല്ലീൻ അത്രയൊന്നും നീട്ടി ഓതാൻ ഒരു ശ്വാസത്തിന് സാധിച്ചോളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ആശങ്കപ്പെടേണ്ട. അത്തരക്കാർ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ് നിർത്തുക. എന്നിട്ട് ശ്വാസം അയച്ചതിന് ശേഷം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ അതുമാത്രം ഓതിയാൽ മതി. അവിടെ നിർത്തുന്നത് കൊണ്ട് വിരോധമില്ല. കാരണം ഒരു ആയത്ത് തന്നെയാണ്, കഴിയുന്നവർ ഒറ്റ ശ്വാസത്തിന് ഓതി തീർക്കൽ തന്നെയാണ് ഭംഗി. കഴിയില്ലെങ്കിൽ മദ്ദുൽ ലാസിം പിന്നെ വരാനുണ്ടെന്ന് ഓർമ്മ വേണം. അവനവൻ്റെ ശ്വാസത്തെക്കുറിച്ച് അവനവനൊരു ബോധ്യവും വേണം. അതുകൊണ്ട് ഇവിടെ നിർത്തുക. എന്നിട്ട് ഗൈറുൽ മഗ്ദൂബി, ചില പ്രായം ചെന്നവർക്ക് അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത പ്രയാസമുള്ള ആളുകൾക്ക് ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നും വലദ്ദാല്ലീൻ എന്നും തന്നെ ചേർത്തി ഓതാൻ സാധിക്കില്ല. എന്നിട്ട് അവരെ ആവർത്തിച്ച് പ്രയാസപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. പ്രയാസപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും പ്രയാസപ്പെടുത്തുന്ന ആളല്ലല്ലോ. അതുകൊണ്ട് അവിടെ അത്തരക്കാർ ഗൈറിൽ മഗ്ദൂബി അലൈഹിം നിർത്തിയിട്ട് വലദ്ദാല്ലീൻ എന്ന് മാത്രം ഓതിയാലും അയാളുടെ നിസ്കാരത്തിനെ അത് ബാധിക്കുകയില്ല, അയാളുടെ ഓത്തിന് അത് പ്രശ്നമല്ല. അത്തരക്കാർ അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ആമീൻ, ആമീൻ പറയുമ്പോൾ ആമീൻ എന്നാണ് പറയേണ്ടത്. അല്ലാതെ ആ കുറേ നീട്ടുക, ഇതിൽ മീമിന് ശബ്ദം കൊടുക്കുക, ഇതൊന്നും പാടില്ല. ആമീനിലെ ആ കൂടുതൽ നീട്ടേണ്ട, മീമിന് ശബ്ദം ഒരൽപ്പവും നൽകേണ്ട. ആമീൻ വേണ്ട. പിന്നെയോ ആമീൻ എന്നാണ് പറയേണ്ടത്. ഇങ്ങനെയൊക്കെ ഫാത്തിഹ സൂറത്തിൻ്റെ വിഷയം നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുകയും വേണം. അത്രമാത്രം നൂലിഴ കീറി സൂറത്തുൽ ഫാത്തിഹ വിശദീകരിക്കാനുള്ള കാരണം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാവും. 17 തവണ ഒരു വിശ്വാസി പറഞ്ഞിരിക്കൽ നിർബന്ധമായ സൂറത്താണ്. എപ്പോഴും കൂടുതലും നമ്മൾ ഓതുന്ന സൂറത്താണ്. തെറ്റുകളൊന്നുണ്ടെങ്കിൽ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇനി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 70 വയസ്സുവരെ ജീവിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു തെറ്റ് ഇതിൽ പതിവാക്കുന്ന ആളാണെങ്കിൽ എത്ര ഫാത്തിഹ സൂറത്ത് അയാളുടെ ജീവിതത്തിൽ അത്രയും കാലം ഓതിയിട്ടുണ്ടാവും. അതിലൊക്കെ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. തെറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് നമ്മൾ പറയുക, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ, അബദ്ധം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് മനസ്സറിഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും മേലിൽ ഇനി തെറ്റുകളില്ല എന്നുറപ്പ് വരുത്തിയ ഒരു കറക്റ്റ് ഫാത്തിഹയും നമ്മൾ പഠിച്ചിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒറ്റ ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് നിർത്താം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. സൂറത്തുൽ ഫാത്തിഹ തെറ്റുകൂടാതെ ഓതി നിസ്കാരം നിർവഹിക്കാനും മറ്റും നമുക്ക് ജല്ലജലാലായ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.